ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുഴുങ്ങലരി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ലൈക്ക് മറന്നു പോവാണ്ട് ചെയ്യണേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. ലൈക്ക് നമ്മളെ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളൊരു കാസ്ട്രോൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാസ്ട്രോളിലേക്ക് ഞാൻ കുറച്ച് മൂടരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം മൂടരി എന്ന് പറയുന്നത് കുറുവരി കേട്ടോ, നമ്മളെ മഞ്ഞക്കുറുവാണ് ഇതിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സൈസ് അരിയാണെന്നുള്ളതെന്ന് വെച്ചാൽ അങ്ങനത്തെ അരി എടുക്കട്ടോ. ഇത് ദേശം വേവുള്ള അരിയാണ്. മൂടരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാകുകയില്ല, പുഴുങ്ങലരിയാണ് കേട്ടോ. പുഴുങ്ങലരി എന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നില്ല പുഴുങ്ങലരി, ഈ ഒരു അരിയാണ്, പച്ചരി അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാസ്ട്രോളിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഞാനിപ്പോൾ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഓരോ വീട്ടിലും ഓരോ അളവായിരിക്കില്ല. ഞാനിപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് അരി മാത്രമാണ് ഞാൻ എടുത്തത്, എനിക്ക് അത്ര മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഉപ്പും ലേശം വിനാഗിരിയും ഒഴിച്ചിട്ട് കഴുകുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അരി ക്ലിയറായിട്ട് കിട്ടും. അപ്പം കഴുകി എടുത്ത് വെച്ച ഈ ഒരു മൂടരിൻ്റെ അകത്തേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമില്ലേ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അരി മുങ്ങാൻ പാകത്തിന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. നല്ലോണം ടൈറ്റാക്കി തന്നെ മൂടി വെക്കുക. എന്നിട്ട് ഇതൊരു 4 മണിക്കൂർ ആകുന്നത് വരെ ഒന്ന് വെക്കുക കേട്ടോ. എന്നാലാണ് ഈ ഒരു അരി നല്ലോണം കുതിർന്ന് വരും. ഏകദേശം ഒരു ചോറിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ ആയി കിട്ടും. ചോറിൻ്റെ അത്രയും ആവില്ല, എന്നാലും പകുതി ഒരു വേവായിട്ട് നമുക്ക് കിട്ടും. അതൊന്നാവുന്ന നേരം കൊണ്ട് ഞാനിവിടെ ഒരു കറി ഉണ്ടാക്കാന്ന് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് രാവിലെ തന്നെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് എടുത്തിക്കിട്ടോ, ഈ ഒരു കറിയിലേക്ക്. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം കൂടുതലായിട്ട് തന്നെ ഉരുളക്കിഴങ്ങാണ് ഇതിന് വേണ്ടിയത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ ഉണ്ടാവില്ല, കറിയും കാര്യങ്ങളൊക്കെ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്ക് 2 പച്ചമുളകാണ് ഞാനിവിടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി 5-6 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ഞാൻ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കൂടി പോകരുത് കേട്ടോ, കുറച്ച് മതിയാവും കേട്ടോ. മഞ്ഞളും മുളകും കൂടുതലായാലും ഒരു കുത്തലായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഒരു 3 പീസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക. നല്ലോണം വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ അരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ പകുതി വേവായിട്ട് കിട്ടുന്നു. അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് ഞാൻ കുറുവരിയാണ് കേട്ടോ എടുത്തത്, റേഷൻ കടയിലെ അരിയല്ല കേട്ടോ. റേഷൻ കടയിലെ അരി ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ചിലപ്പോൾ ഇതേപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ വെറും ചോറ് പോലെ തന്നെ ആകൂ, കാരണം അതിന് വേവ് കുറവല്ലേ. ഇതിന് നല്ല വേവുള്ള അരി അതിനെക്കൊണ്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാനും ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഈ അരി കൊണ്ടും ചെയ്യാം കേട്ടോ, അതൊക്കെ വേവുള്ള അരിയാണല്ലോ. ഇനിയിപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലേശം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതലായി പോകണ്ട കേട്ടോ. അപ്പോൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലേക്കാണ് പോവുക. അപ്പോൾ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഒരു അരി ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചതായിരുന്നു, ഇന്നലെ വൈകുന്നേരം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ചെയ്യണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കണമെങ്കിൽ തലേന്ന് കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അധികം തരിയും ഇല്ല, കുറച്ച് തരി മാത്രമേ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടുള്ള തരികളൊന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവ കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു കുറച്ചും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് മാവ് ആയി കിട്ടേണ്ടത് കേട്ടോ. ലേശം ലൂസായി അടിച്ചാലാണ് നമ്മൾ മിക്സിൻ്റെ ജാറിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് അടിഞ്ഞ് കിട്ടും.
ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പത്തിരിപ്പൊടിയാണ്. ഞാനിതിപ്പം പാക്കറ്റ് പൊടി വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ പച്ചരിപ്പൊടിയില്ലേ, അതാണ് രേഷം ഇട്ട് കൊടുക്കുന്നത്. അതൊന്നും കുഴച്ചെടുക്കുമ്പോൾ ഒന്ന് രേഷം ഒന്ന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പൊടി മതിയായിക്കില്ല അതിനോട്ട്. അപ്പം എൻ്റെ കയ്യിൽ രേഷം മൂടേരിൻ്റെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി രേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ പച്ചരിപ്പൊടിയാണുള്ളതെന്ന് വെച്ചാൽ അത് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പത്തിരിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇതേപോലെ കൂടുതലായിട്ട് വെള്ളം ചേർത്ത് അടിക്കാണ്ടിരിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കാൻ പറ്റൂ. പച്ചരിപ്പൊടി കൂടുതലായാൽ അതും മോശമാണ് കേട്ടോ നമ്മളെ പത്തിരിക്ക്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ വിസിലിവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കുഴഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല കേട്ടോ, എളുപ്പമാണ് ഇത് ഇനിയിപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം ഉള്ളി മതിയാവും കേട്ടോ. ഉള്ളി എടുക്കുക. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക കേട്ടോ. കടുക് നല്ലോണം പൊട്ടിയാലാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കഷ്ണം നമ്മൾ കാണിച്ചിരുന്നല്ലോ, ഈ ഒരു കഷ്ണം ചെറിയ കുഞ്ഞ് കഷ്ണം മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഇതേപോലെ ഒന്ന് താളിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മസാലക്കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടയ്ക്കണം കേട്ടോ. പിന്നെ അവിടെയും ഇവിടെയും ചെറുങ്ങനെ കടിക്കാനൊക്കെ നിന്നോട്ടെ, അതൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഉപ്പ് പാകത്തിനുണ്ടോയെന്നൊന്ന് നോക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്താൽ സംഭവം സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എളുപ്പമല്ല ഇത് ചെയ്തെടുക്കാനും വേണ്ടി. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ചെറുങ്ങനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് എണ്ണ തടവി കൊടുക്കുക ഒന്ന് ചൂടായതിന് ശേഷം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് ഒന്ന് പരത്താം. ഇതുപോലെ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം കൈൻ്റെ അടിയിൽ എണ്ണ തടവണം കേട്ടോ കുറച്ച്. എന്നിട്ടാണ് ഇതേപോലെ ഉരുട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മളെ കല്ലിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കൈൻ്റെ പള്ള ഭാഗമില്ലേ, ആ ഒരു ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം നൈസാക്കി പരത്തണമെങ്കിൽ അങ്ങനെ പരത്താം, അല്ലെങ്കിൽ ലേശം കട്ടിക്ക് തന്നെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. ഞാനിപ്പം കുറച്ചൊന്ന് നൈസാക്കിയിട്ടാണ് പരത്തുന്നത്. എന്നിട്ട് അതൊന്നൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടുള്ള വെച്ചാൽ വാഴൻ്റെ ഇല വെച്ചിട്ട് താഴെ വെച്ചിട്ട് പരത്തി ടീമിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ കവർ വെച്ചിട്ട് അമർത്തി കൊടുത്താലും മതിയാവും. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ അടുത്തതും ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കൈവച്ചിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ നമുക്ക് എളുപ്പ പണിയാണ് കേട്ടോ ഈ ഒരു പത്തിരി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പള്ള ഭാഗം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അമർത്തി കൊടുക്കേണ്ടത്. കൈൻ്റെ വിരൽ വെച്ചിട്ട് അമർത്തുക വെച്ചാൽ കൈൻ്റെ പാടുണ്ടാവും കേട്ടോ മുഴുവനായിട്ട്. അപ്പോൾ ഇതേപോലെ അമർത്തി കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം മറ്റേ പത്തിരി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പത്തിരി മുഴുവനും ഇതേപോലെ വേറൊന്ന് പരത്തുന്നതിനനുസരിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ സൈഡും. അപ്പോൾ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരുന്നതൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയിലൊന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക വെച്ചാൽ എളുപ്പമാവും കേട്ടോ. നല്ല സുഖത്തിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ നല്ല പൊടിയാണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മളിങ്ങനെ ചെയ്തെടുക്കുക കൊളസ്ട്രോളിൻ്റെ അകത്ത് ഇങ്ങനെ ഇതേപോലെ ആക്കിയെടുക്കുക വെച്ചാൽ എളുപ്പമാണ്. രാവിലെ തന്നെ പത്തിരി ചുട്ടെടുക്കാനും അതുപോലെ തന്നെ പൊരിച്ച പത്തിരി ആക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തലേന്ന് കുതിർത്ത് വെച്ചാൽ മതിയാവും. തലേന്ന് നമ്മൾ കിടക്കാൻ നേരം കുതിർത്ത് വെച്ചാൽ രാവിലെ തന്നെ എടുത്ത് അടിക്കാനും എളുപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കട്ടെ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ കറിൻ്റെ ഒപ്പം ഇത് കൂട്ടാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പത്തിരി. ഈ ഒരു പത്തിരിക്ക് നമുക്ക് ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും അതുപോലെ തന്നെ മുട്ടക്കറി ആയാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക, സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ. ഇതേപോലെയാണ് ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.